റേസ്യ, കുട്ടപ്പച്ചായനെ കണ്ടില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും കാണും. കുട്ടപ്പ, എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? സോഫിയ, എന്താ? ഇവിടെ ഇരിക്കൂ. നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ ഇവിടെ ഇരിക്കൂ. സോഫിയ, ഞാൻ നിന്നെ തല്ലരുതായിരുന്നു, വേദനിപ്പിക്കരുതായിരുന്നു. നീ എനിക്ക് മാപ്പ്. എനിക്കാണ് മാപ്പ് തരേണ്ടത്. എന്റെ വയറ്റിൽ കിടക്കുന്ന ശിശുവിനെ ഞാൻ തന്നെ വെറുക്കുന്നുണ്ട്. പക്ഷേ ഒരു ജീവനെ നശിപ്പിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കുട്ടപ്പൻ പറയുന്നത് പോലെ നമ്മൾ രണ്ടുപേരും ചേർന്ന് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം തുടങ്ങാൻ എനിക്ക് ആശയുണ്ട്. പക്ഷേ പാവം ചെയ്യരുത് മോളെ എന്ന് ദൈവമാതാവ് അരുളി ചെയ്യുന്നത് പോലെ തോന്നിപ്പോകുന്നു. എന്റെ വയറ്റിൽ കിടക്കുന്ന മനുഷ്യ ശിശുവിനെ കൊല്ലുന്നതൊഴിച്ച് മറ്റെന്തും ഞാൻ അനുസരിക്കാം. കുട്ടപ്പന് വേണ്ടി ഞാൻ മരിക്കാം. നീ സുഖമായി പ്രസവിക്കൂ. ആ കുഞ്ഞിനെ നന്നായി വളർത്തും. എന്റെ സകല സ്വത്തുക്കളുടെ അവകാശികൾ നീയും ആ കുഞ്ഞുമായിരിക്കും. മരണം വരെ ഞാൻ നിന്റെ സഹോദരനായിരിക്കും. മറ്റാളുകളുടെ ദൃഷ്ടിയിൽ ഞാൻ നിന്റെ ഭർത്താവായിരിക്കും. ഞാനൊരു പോംവഴി പറയട്ടെ? പറഞ്ഞോളൂ. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ എനിക്ക് കാണണമെന്ന് പോലുമില്ല. പ്രസവിച്ചാൽ ഉടൻ അതിനെ ആർക്കെങ്കിലും വളർത്താൻ കൊടുത്തേക്കോ? അതുവരെ കുട്ടപ്പൻ ഈ അശുദ്ധമായ ശരീരത്തിൽ തൊടുക പോലും ചെയ്യണ്ട. എനിക്ക് വേണ്ടി ഇത്രയും കൂടി ചെയ്യുമോ? ഞങ്ങൾ രണ്ടുപേരും കൂടി പിണങ്ങി കിടക്കുകയാണെന്ന് വിചാരിച്ച് അമ്മച്ചി വിഷമിച്ചിരിക്കുക. ഇങ്ങനെ വേണം മക്കളെ. കലവും ചട്ടിയാകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കുമെന്ന് പറഞ്ഞ പോലെ കെട്ടിയവനും കെട്ടിയവളും ഒക്കെ ആവുമ്പോ പിണക്കോ ഇണക്കോ ഒക്കെ ഉണ്ടാവും. സ്നേഹമുള്ളിടത്തേ ശേഷമുള്ളൂ. ഇനി ഞാൻ പോയി കിടക്കട്ടെ. എന്താ സോഫിയ? എനിക്ക് ഒറ്റയ്ക്ക് അമ്രിയിൽ കിടക്കാൻ ഭയമാകുന്നു. കാവൽ മാലാഖമാരോട് പ്രാർത്ഥിച്ചുകൊള്ളൂ. ഉറങ്ങില്ലേ? സോഫി ഉറങ്ങി. ഞങ്ങളടയ്ക്കട്ടെ, നല്ല തണുപ്പുണ്ട്. മനസ്സിൽ ഉമിത്തിയാണ്, തണുപ്പറിയില്ല. സോഫി, കുട്ടിക്കാലത്ത് നീ നന്നായി പാടുമായിരുന്നു. ആ പാട്ടുകളെല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന് പാടാം. ഹൃദയം തേങ്ങിക്കരയുമ്പോൾ ഞാൻ ഇങ്ങനെ പാടും.
അച്ചായനും ചേച്ചിയും രണ്ട് കട്ടിലും രണ്ടിടത്താണ് കിടക്കുന്നത്. നിനക്കെങ്ങനെ അറിയാവിടെ? ഞാന് ജനലിൽ കൂടി നോക്കി. നിന്നോട് ആട് വന്നടി അവിടെ കിടക്കുന്ന മുറി പോയി ഒളിഞ്ഞു നോക്കാൻ. അഹങ്കാരി ഇവിടെ വന്ന്. മോളെ, കുട്ടപ്പനും നീയും രണ്ടിടത്താണോ കിടക്കുന്നത്? കുട്ടപ്പന് തനിച്ചൊരിടത്ത് കിടക്കുന്നതാണ് ഇഷ്ടം. വരാൻ പറ. മോനെ, എന്താ അമ്മച്ചി? നീ ഓഫീസിൽ പോവാണ്? അതെ അമ്മച്ചി. നീയും സോഫിയയും രണ്ടു മുറിയിലാണ്. എനിക്ക് കുറെ എഴുതാനും വായിക്കാനൊക്കെ ഉണ്ട് അമ്മച്ചി. നിന്റെ ഒരു എഴുത്തും വായന. കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള ജീവിതത്തിന് ചില മുറകളൊക്കെ ഉണ്ട്. വിവാഹം ഒരു കുദാശയാണ്. സാർ, കുറെ ദിവസം വരാതിരുന്നുകൊണ്ട് കുറച്ചേറെ ഫയലുകൾ നോക്കാനുണ്ട്. കുറെ കത്തുകൾക്ക് മറുപടി എഴുതണം. ഈ ഇന്നത്തെ പോസ്റ്റിൽ പോകേണ്ട ചില കത്തുകളുണ്ട്. മാനേജർ ഒപ്പിട്ടാൽ മതി അറിഞ്ഞൂടെ? ഇതാ കൊണ്ടേ കൊടുക്ക. കുട്ടപ്പല്ല പതിവില്ലാതെ ക്ലബിൽ വന്നിരിക്കുന്നല്ലോ. ഒരു സ്മോൾ മാളവിന ലാർജ് നായിക. കല്യാണം കഴിഞ്ഞപ്പോൾ കുട്ടപ്പൻ ജീവിത സുഖം കണ്ടു തുടങ്ങി. ഊണ് കഴിക്കണ്ടേ? കഴിച്ചു. കുട്ടപ്പ, ഞാൻ കട്ടിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടു. എന്തിന്? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കുന്നതെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ? എവിടെ കിടന്നാലും എനിക്കൊന്നുപോലെ തന്നെ. എന്റെ തീരുമാനം മാറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. കുട്ടപ്പൻ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചു. എന്റെ എല്ലാ വേദനകളും മറക്കാൻ വേണ്ടി ഞാൻ കുടിച്ചു. ദയവ് ചെയ്ത് കുട്ടപ്പൻ കുടിക്കരുതേ. കുടിക്കും. സോഫിയ, എന്തോ? ഇരിക്കൂ സോഫിയ. നിന്നെ കുട്ടിക്കാലം മുതലേ ഞാൻ സ്നേഹിച്ചതാണ് സോഫി. ഇന്ന് നീ എന്റെ ഭാര്യയായി. പക്ഷേ എനിക്ക് ഈ വേദന കണ്ടു നിൽക്കാൻ വയ്യ കുട്ടപ്പ. ദൈവത്തെ ഓർത്ത് എന്റെ കുട്ടപ്പൻ ഇനി കുടിക്കരുത്. ദൈവത്തെ ഓർക്കാതെയാണ് ഞാൻ കുടിക്കുന്നത്.